നമ്മളൊക്കെ നമ്മുടെ മൊബൈലിൽ ജിയോ ടി വി ഉപയോഗിക്കുന്നവരാണ്. അപ്പം ഇതേ ജിയോ ടി വി നമുക്ക് നമ്മുടെ സ്മാർട്ട് ടി വിയിൽ ഉപയോഗിക്കാൻ പറ്റി എങ്ങനെ ഉണ്ടാവും? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് സിമ്പിൾ അല്ലേ, നേരെ ഇൻസ്റ്റാൾ ചെയ്താൽ പോരെ എന്ന്. എന്നാൽ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് സ്മാർട്ട് ടി വിയിൽ ജിയോ ടി വി ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് വേറൊരു രീതിയിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതെങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ജിയോ ടി വിക്ക് വേണ്ടി നമ്മൾ ആദ്യം ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം ജിയോ ടി വിയുടെ പ്ലഗിനും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പം ഞാൻ ഈ പ്ലഗിനും അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ APK ഫയൽ ഞാൻ എൻ്റെ ടി വിയിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫയൽ എങ്ങനെയാണ് സെൻഡ് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഈ 2 ഫയൽ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇട്ടുണ്ട്. ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം കാണുന്ന ആ ഒരു ഫയൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ആ കൊടി എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ്റെ APK ഫയലാണ് ആദ്യം കാണുന്നത്. അത് ഞാനിപ്പം ടി വിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഞാനിത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ, അതായത് ഈ ഒരു FX ഫയൽ എക്സ്പ്ലോറർ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമ്മളത് അൺനോൺ സോഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി വീണ്ടും ഒന്നുകൂടെ ഞാനത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇപ്പോൾ അത് ഇൻസ്റ്റാൾ വന്നിട്ടുണ്ട്. ഞാനത് ഇൻസ്റ്റാളേഷനിൽ ക്ലിക്ക് ചെയ്തു, ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്തു. ഇതിപ്പം നമ്മുടെ ടി വിയിൽ അത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അത് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്കത് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പെർമിഷൻസ് കൊടുക്കണം. ഇപ്പം ഞാനിതെല്ലാം അലോ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പം കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ പെർമിഷൻ കൊടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നുമല്ല, ഇത് പ്ലേ സ്റ്റോറിൽ കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല. പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള 21 എന്ന് പറയുന്ന വേർഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടത് 20.5 ആണ്. ഇപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് അതിൽ ആഡ് ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. അതിൽ താഴെയായിട്ട് ഇൻസ്റ്റാൾ ഫ്രം സിപ്പ് ഫയൽ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ അൺനോൺ എന്ന് പറയുന്നത് ടോഗിൾ ചെയ്ത് കൊടുക്കുന്നു. യെസ് ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ബാക്കിലേക്ക് വന്ന് ഇൻസ്റ്റാൾ ഫ്രം സിപ്പ് ഫയൽ എന്നുള്ളത് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ഫ്രം സിപ്പ് ഫയൽ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ എക്സ്റ്റേണൽ സ്റ്റോറേജ് സെലക്ട് ചെയ്യുക. എക്സ്റ്റേണൽ സ്റ്റോറേജിൽ ഡൗൺലോഡ്സിൽ പോവുക. ഡൗൺലോഡ്സിൽ ഞാൻ ആ പ്ലഗിൻ ഓൾറെഡി സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഡൗൺലോഡ്സിൽ തന്നെ ആയിരിക്കും ഇത് വരുന്നത്. അപ്പം ഞാൻ ഈ പ്ലഗിൻ സെലക്ട് ചെയ്തു. ഇനി ആ പ്ലഗിൻ ഇൻസ്റ്റാൾ ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഇതാണ് മുമ്പ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് 20.5 ആണ്. സ്റ്റേബിൾ വേർഷനായിട്ടുള്ള 21 എന്ന് പറയുന്നത് പ്ലേ സ്റ്റോർ അവൈലബിൾ ആണ്. പക്ഷേ ജിയോ ടി വിയുടെ പ്ലഗിൻ എന്ന് പറയുന്നത് 20.5നെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പം ജിയോ ടി വി ഇൻസ്റ്റാൾ ആയി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ജിയോ ടി വി ഇൻസ്റ്റാൾ ആയി എന്നുള്ളതിൻ്റെ ഒരു പോപ്പപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ ഏറ്റവും മുകളിലായിട്ട്. ഇനി നമ്മൾ വീണ്ടും ഈ ആഡ് ഓൺസ് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യണം. ആഡ് ഓൺസിൽ മൈ ആഡ് ഓൺസ് എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇതിൽ താഴെയായിട്ട് വീഡിയോ ആഡ് ഓൺസ് എന്ന് കാണാം. വീഡിയോ ആഡ് ഓൺസ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ ജിയോ ടി വി എന്ന് കാണിക്കും. അത് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇതിൽ സെലക്ഷൻ വന്ന് കിടക്കുന്നത് കോൺഫിഗർ എന്ന് പറയുന്നതിലാണ്. ആ കോൺഫിഗർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം ഇപ്പം ഫസ്റ്റ് വന്ന് കിടക്കുന്ന ഓപ്ഷൻ തന്നെ ലോഗിൻ എന്നാണ്. അതിൽ ലോഗിനിൽ ക്ലിക്ക് ചെയ്യണം. ഞാനിപ്പം എൻ്റെ ജിയോ നമ്പർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ലോഗിൻ ചെയ്യുന്നത്. അതുകൊണ്ട് കീബോർഡ് സെലക്ട് ചെയ്യുന്നു. അതുപോലെ ഇനി OTP സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ജിയോ നമ്പർ ഇവിടെ നമ്മുടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ജിയോ നമ്പർ എൻ്റർ ചെയ്ത് അതിനുശേഷം വരുന്ന OTP നമ്മളിവിടെ എൻ്റർ ചെയ്യണം. ഇപ്പം OTP വന്നിട്ടുണ്ട്. OTP ഞാൻ എൻ്റർ ചെയ്യുകയാണ്. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞ് ഡൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ലോഗിൻ സക്സസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ ഈ കോൺഫിഗർ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യണം. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ സെറ്റപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് റൈറ്റ് സൈഡിൽ സെറ്റപ്പ് സാമ്പിൾ IPTV PVR എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ യെസ് കൊടുക്കുക. ഇനി ഇതൊന്ന് ലോഡായി വരണം. അതിന് കുറച്ച് സമയം എടുക്കും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ IPTV സെറ്റപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലേക്ക് പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഹോം സ്ക്രീനിൽ ചെല്ലണം. ആപ്ലിക്കേഷൻ ഹോം സ്ക്രീനിൽ നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് വരുമ്പം ആഡ് ഓൺസ് എന്ന് കാണാം. ആ ആഡ് ഓൺസിൽ ജിയോ ടി വി എന്നുള്ളത് സെലക്ട് ചെയ്യണം. ജിയോ ടി വി സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിപ്പം സാധാരണ നമ്മുടെ മൊബൈലിൽ ജിയോ ടി വി ഓപ്പൺ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് കാറ്റഗറീസ്, ഫീച്ചേഴ്സ്, ലാംഗ്വേജസ് അങ്ങനെ കാണാം. ഞാനിപ്പോൾ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് മലയാളം സെലക്ട് ചെയ്യാണ്. ഇനി ഇതിൽ ആദ്യം വരുന്ന ചാനൽ ഏഷ്യാനെറ്റ് ന്യൂസ് ആണ്. ഏഷ്യാനെറ്റ് ന്യൂസ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പം നമുക്ക് ചാനൽ ലോഡാകും. ഒരു ചെറിയൊരു ഡിലേ ഉണ്ട്. ചാനൽ ലോഡാകാണ്ട് ചെറിയൊരു ഡിലേ ഉണ്ട്.
പക്ഷേ നമുക്ക് അത് ഫസ്റ്റ് ടൈം റണ്ണിങ്ങിൽ മാത്രമേ ആ ഒരു പ്രശ്നമുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സമയം കാണാമല്ലോ, ഞാൻ കുറച്ച് മുമ്പ് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കാണിച്ച സമയം ഇതിലെ സമയവും നിങ്ങൾക്ക് അറിയാമല്ലോ, അതിൽ കാണുന്നുണ്ടല്ലോ. ഇനി നമുക്ക് ഈ ചാനൽ മാറ്റി നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ചാനൽ വെച്ച് നോക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തതാണ്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ചാനൽ നോക്കാം. ഈ ചാനൽസ് എല്ലാം നമുക്ക് സാധാരണ ജിയോ ടി വിയിൽ കിട്ടുന്ന എല്ലാ ചാനൽസും ഉണ്ട്. സൺ ഉൾപ്പെടെയുള്ള ചാനലുകൾ നമുക്ക് കിട്ടും. പക്ഷേ ഈ സ്റ്റാർ നെറ്റ്വർക്കിൻ്റെ കീഴിലുള്ള ചാനലുകൾ നമുക്ക് ജിയോ ടി വിയിൽ കിട്ടാത്ത ചാനൽസ് ഒന്നും ഇതിലും കിട്ടുന്നതല്ല. ഇപ്പം ഈ ചാനൽസ് എല്ലാം നമുക്ക് കിട്ടുന്നത് പല ഭാഷകളുള്ളതാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇനി നമുക്ക് കാറ്റഗറി എന്ന് എടുത്ത് നോക്കാം. ഇതിൽ ഞാനിപ്പോൾ സ്പോർട്സ് എടുക്കാം. സ്പോർട്സിൽ നമുക്ക് ചാനൽസ് അതായത് സോണി 10-1, 10-2 അങ്ങനെയുള്ള ചാനൽസ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. നമുക്കൊന്ന് സോണി 10-1 ഒന്ന് വെച്ച് നോക്കാം. ഇപ്പം സോണി 10-1 ചാനൽ വെച്ച് നോക്കാം. അതിൽ ലൈവ് മാച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഇതാ ഇപ്പം നിങ്ങൾ കാണുന്നത് ലൈവ് മാച്ചാണ്. ഇത് നമുക്ക് ഇപ്പോൾ ടി വി വെച്ച് കഴിഞ്ഞാലും ഇതേ ചാനൽ തന്നെയാണ്, ഇതേ ചാനലിൽ ഇതേ പ്രോഗ്രാം തന്നെയാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈലിൽ യൂസ് ചെയ്യുന്ന ജിയോ ടി വി നമ്മുടെ സ്മാർട്ട് ടി വിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്.